വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏവർക്കും മെൻറ്റർ യൂട്യൂബ് ചാനലിൻ്റെ കേട്ടറ്റ് കോച്ചിങ് സീരീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലുഗത്തുൽ അറബിയ്യ വനഷ്അതുഹാ വ താരിഖുഹാ വ അഹമിയതുഹാ, അതിൻ്റെ പാർട്ട് 6 ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശുഅറാഉ അൽ ഉമവിയൂൻ. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ, നമ്മൾ ചർച്ച ചെയ്യുന്ന ആളുകൾ ഒന്ന് ഉമർ ബിൻ അബി റബീഅ, ജമീൽ ബുസൈന, അൽ അഖ്തൽ, അൽ ഫറസ്ദഖ്, അൽ ജരീർ, ഇവരെയാണ് നമ്മൾ ചർച്ചക്കായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഉമർ ബിൻ അബി റബീഅ വളരെ പ്രസിദ്ധനായിട്ടുള്ള ആളാണ്. അബുൽ ഖത്താബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്ത്. ഉമർ ബിൻ അബി റബീഅ അൽ ഖുറശി എന്നാണ് അതിൻ്റെ ശരിയായ പേര്. അദ്ദേഹം ജനിക്കുന്നത് മദീനയിലാണ്. വലിദ ഫിൽ മദീന ലൈലത മാത ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ജനിക്കുന്ന ദിവസമാണ് ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന ദിവസമാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു അയ്യു ഹഖിൻ റുഫിഅ വ അയ്യു ബാതിലിൻ വുളിഅ എന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഖാല ഇബ്നുൽ ജരീഹ് പറയുന്നു, മാ ദഖലൽ അവാതിക് ഫി ഖുദൂരിഹിന്ന ഷൈഉൻ അളറു അലൈഹിന്ന മിന ശിഅരി ഇബ്നു അബി റബീഅ എന്ന് ഇതുവരെ ചോദിച്ചതായി കണ്ടില്ല. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു ചോദ്യം, ഇത് അയ്യു ഹഖിൻ റുഫിഅ വ അയ്യു ബാതിൻ വുളിഅ, ഇത് ആരെക്കുറിച്ചാണ് എന്ന് പലപ്പോഴായി കേട്ടിട്ട് പരീക്ഷയിൽ നമുക്ക് ചോദ്യം വരുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അടുത്തത് ما زال هذا القريشي يهذي حتى قال الشعر. ഇതും ഒരു വട്ടത്തെ ചോദിച്ചിട്ടുണ്ട്. كان يتعرض للحوائج فيشبب بالعقائل والأميرات ويصفهن طائفات محرمات. ഹജ്ജിന് വരുന്ന സ്ത്രീകളെ പോലും വെറുതെ വിടാതെ അവരെക്കുറിച്ച് തശ്ബീബ്, ശൃംഗാര കാവ്യങ്ങളൊക്കെ വസ്ഫ് ചെയ്ത് കവിതകളൊക്കെ രചിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ ഷിഅർ പാടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉമർ സാനി എന്ന് പറഞ്ഞാൽ ആരാ? ഉമർ ബിൻ അബ്ദുൽ അസീസ് ലം യസ്അഹു സബ്ർ, അദ്ദേഹത്തോട് ക്ഷമിച്ചില്ല. ഫനഫാഹു ഇല ദഹ്ലക്കിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തുകയും ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെ, ഇന്നഹു യസിഫു അന്നിസാഅ വയഹ്കി ഹദീസഹുന്ന വമുദാഇബതുഹുന്ന വയദ്കുറു അംറുഹു മിൻഹുൻ. സ്ത്രീകളെക്കുറിച്ച് ശൃംഗാരകാവ്യങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ടായിരുന്നു. ജരീർ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഹാദാ വല്ലാഹി അല്ലദീ അറാദതുഹു ശുഅറാ ഫഅഖ്തഅതുഹു വതഅല്ലലത് ബിവസ്ഫി ദിയാർ എന്ന് ജരീർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് നമ്മളിവിടെ പറയാൻ പോവുകയാണ്. ഇമാമു അശ്ശുഅറാ അൽ ഗസൽ ഇൻദൽ അറബ് ആരാണ്? ഉമർ ബിൻ അബി റബീഅ വസഈമു മദ്ഹബിൽ ഫാഹിഷ്. ഓക്കെ, ആഷ 40 സന ഫി ഗലാബത്തിൽ എന്ത് ചെയ്തു? 40 വർഷം ജീവിച്ചു. അതുപോലെ തന്നെ 40 വർഷം അദ്ദേഹം തൗബ ചെയ്തിട്ട് ജീവിക്കുകയും ചെയ്തു എന്നാണ്. അടുത്തത് ജമീൽ ബുസൈനയാണ്. ജമീൽ ബുസൈന വളരെ പ്രധാനപ്പെട്ടുള്ള മറ്റൊരാളാണ്. ജമീൽ ബിൻ മിഅ്മർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. മിൻ ബനി ഉദ്റ ഗോത്രക്കാരനാണ്. വുലിദ ഫി വാദി അൽ ഖുറയിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിജാസിലെ. ഉമ്മുഹു ജുദാമിയത്തു മിനൽ യമൻ, യമൻകാരിയാണ്. യമനിലെ ജുദാമിയ ഗോത്രത്തിൽപ്പെട്ടുള്ള ആളാണ് ജമീൽ ഹുസൈനയുടെ ഉമ്മ. നശഅതില ജനബത്ത് ഇബ്നത്തു അം ലഹു ഇസ്മുഹ ബുസൈന ഫഅഹബ്ബഹ. അദ്ദേഹത്തിൻ്റെ ഇബ്നു അമ്മ പുത്രിയായിട്ടുള്ള ബുസൈനയെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. ഉമ്മു ജുസൈർ എന്നായിരുന്നു അറിയപ്പെട്ടത്. യറവി റുവാത്ത് അന്ന ബുസൈന അല്ലഖത്ത് റജുലൻ ഇസ്മുഹു
ഹജ്നത്തുൽ ഹിലാലി, ഹജ്നത്തുൽ ഹിലാലിയുമായി കൊണ്ട് ബുസൈന പ്രണയത്തിലായിരുന്നു എന്ന് നമുക്ക് റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അങ്ങനെ ജമീൽ ബിൻ മുഅമ്മറിന് ബുസൈനയെ കിട്ടിയതുമില്ല, വേറെ ആൾ കല്യാണം കഴിക്കുകയും ചെയ്തു. എന്നാലും തൻ്റെ വസ്ഫ്, തൻ്റെ തശ്ബീബ്, തൻ്റെ പ്രണയം അവസാനിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ജമീൽ ബുസൈന വീണ്ടും കവിതകൾ പാടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ബുസൈനയുടെ കുടുംബം മർവാൻ ബിൻ ഹിക്കമിൻ്റെ അടുത്തേക്ക് പരാതിയുമായിട്ട് ചെന്നു. മർവാൻ ബിൻ ഹിക്കം അദ്ദേഹത്തിൻ്റെ ദം അദ്ദേഹത്തെ കൊല്ലാൻ ആവശ്യപ്പെട്ടു. കാരണം ജറ അദ്ദേഹം ഭീരുവായിരുന്നു. വസ്തഖറ ഫീ മിസ്ർ, അങ്ങനെ അദ്ദേഹം യമനിലേക്ക് പോയി, പിന്നീട് മിസ്റിലേക്ക് പോയി, മരിക്കുന്നവരെ മിസ്റിൽ കഴിച്ചു കൂട്ടി. ഓക്കെ, അടുത്ത ആൾ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മറ്റുള്ള ആളാണ് അൽ അഖ്തൽ. അഖ്തലിൻ്റെ കുഞ്ഞത്ത് അബൂ മാലിക് എന്നാണ്. അബൂ മാലിക് ഗിയാസ് ബിൻ ഔസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. തഗ്ലബ് ഗോത്രക്കാരനാണ്. അൽ ജസീറത്തുൽ ഫിറാത്തിയയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നസ്രാനിയുൻ, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. ഉമ്മുഹു ലൈല, അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ പേര് ലൈലയാണ്. ഉമ്മു കഅബ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓക്കെ, ഈ കുഞ്ഞത്ത് പഠിച്ചു വെക്കണേ. ഗിയാസ് ബിൻ ഔസ്. അബൂ മാലിക് ആരാണെന്ന് ചോദിച്ചാൽ ഗിയാസ് ബിൻ ഔസ് എന്നാണ് എഴുതേണ്ടത്. അബൂ മാലിക് ആരാണ് ചിലപ്പോൾ അഖ്തലാണെന്ന് ചോദിക്കുക. ഗിയാസ് ബിൻ ഔസ് ആരാണെന്ന് ചോദിച്ചാൽ അഖ്തലാണ് എന്ന് എഴുതാം. ഓക്കെ, മറക്കരുത് കേട്ടോ. അഖ്തലിൻ്റെ ശരിയായ പേരെന്താണെന്ന് ചോദിച്ചാലും ഗിയാസ് ബിൻ ഔസ് എന്ന് എഴുതാം. ഷബ്ബൽ സലീത്തുൽ ലിസാൻ ഖബീസുൻ നിയ്യ മുദ്ബിനുൻ ലിൽ ഖംർ ബദഅത്തുൽ ബവാക്കിർ ഷിയർ മുൻദുൽ ഹദാസ. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഇതിൻ്റെ കവിത പാടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഹജൽ അൻസാർ, അൻസാരികളെ അദ്ദേഹം എന്ത് ചെയ്തു? ഹജ ചെയ്തു. ഫഅക്റമൂഹു, ചില ആളുകൾ, മുആവിയല്ല, ചില ആളുകൾ, മുആവിയയുടെ കുടുംബത്തിലുള്ള കുറച്ച് ആളുകൾ, പിന്നീട് വന്ന ഖലീഫമാരൊക്കെ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ആദരിച്ചു. ഖാസത്തൻ, പ്രത്യേകിച്ച് അബ്ദുൽ മലിക് ബിൻ മർവാൻ. അസ്ബഹ ഷാഇറു ഖലീഫ, ഖലീഫയുടെ കവി എന്ന് ഇതിലേക്ക് ആരെത്തിച്ചു? അബ്ദുൽ മലിക് ബിൻ മർവാൻ ഈ അഖ്തലിനെ എത്തിച്ചു. കാരണം യജീഹു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരിക വളരെ സ്വതന്ത്രനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ സ്വലീബു ദഹബിൻ, ഒരു സ്വർണത്തിൻ്റെ ഒരു കുരിശുണ്ടാകും. വലിയഹിയത്തിഹി, അദ്ദേഹത്തിൻ്റെ താടി എന്നത് തൻഫുൽ ഖംർ അതിൽ നിന്ന് ഇങ്ങനെ ഇറ്റി വീഴുന്നുണ്ടാകും. ഫയദഖുലു അലൈഹി ബിഗൈരി, ഒരു അനുവാദവും ഇല്ലാതെ അദ്ദേഹത്തിന് അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ വസതിയിലേക്ക് അല്ലെങ്കിൽ രാജസന്നിധിയിലേക്ക് കയറാൻ പറ്റുമായിരുന്നു. ജരീർ അദ്ദേഹത്തെ ഹജാ ചെയ്തിട്ട് പാടിയതാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയും. ഓക്കെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അദ്ദേഹത്തെ അകറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞു, എല്ലാവരും അദ്ദേഹത്തെ ആദരിച്ചെങ്കിലും ചില ആളുകൾ അദ്ദേഹത്തെ ആദരിച്ചില്ല, അകറ്റുകയും ചെയ്തു. അതിലൊരാളാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഓക്കെ, തൂഫിയ ഫി ഖിലാഫത്തി വലീദിൻ്റെ കാലഘട്ടത്താണ് മരണപ്പെടുന്നത്. 70 വയസ്സായിരുന്നു പ്രായം. നോക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ലഖബ്, അദ്ദേഹത്തിൻ്റെ അഖ്തലി എന്നുള്ള പേര് വരാൻ കാരണം കാന ജരിയൻ അലന്നാസി സഫീഹത്തുൽ ലിസാൻ. ഇതാണ് പലപ്പോഴും ചോദിക്കൽ കേട്ടോ, സഫീഹത്തുൽ ലിസാൻ. അതാണ് നമുക്ക് ഏതിലുണ്ടാവര്, നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാറുള്ളത്, സഫീഹത്തു അൽ ലിസാൻ. അതുകൊണ്ടാണ് അഖ്തൽ എന്ന പേര് വരാൻ കാരണം. ഇനി അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്ത് അദ്ദേഹത്തിനൊരു അപരനാമം ഉണ്ടായിരുന്നു, അതാണ് ദൗബൽ. ഓക്കെ, ഇനി അദ്ദേഹം നസ്രാനിയായിരുന്നു. അതുപോലെ തന്നെ മസീഹിയ, നസ്രാനിയാണെങ്കിലും അവരുടെ ഒരു ആചാരങ്ങളൊന്നും അദ്ദേഹം ജീവിതത്തിൽ കൊണ്ട് നടന്നിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആഷുൽ ഖിയാൻ, അദ്ദേഹം നന്നായ ഖിയാൻ വായിക്കുമായിരുന്നു. ഇതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി. ഏത്, നമ്മളെ ജരീർ ഇദ്ദേഹത്തെ ഹജാ ചെയ്യാനുള്ള കാരണം. അതായത് ഒരു വാലി അഖ്തലിനോട് പറഞ്ഞു, ജരീറിൻ്റെയും ഫറസ്ദഖിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം? ഒരു തീർപ്പ് കൽപ്പിക്കണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് അൽ ഫറസ്ദഖു യൻഹുതു മിൻ സഖരിൻ വജരീർ യഗ്രിഫു മിൻ ബഹ്രിൻ എന്ന്. ഇത് പലപ്പോഴായി വരാറുണ്ട്. ഇതാരെക്കുറിച്ച് പറഞ്ഞതാണെന്നും ആരാണ് പറഞ്ഞതാണെന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരാറുണ്ട്. ഓക്കെ, കാരണം ഷായറു ബനി ഉമയ്യ, ഷായറു അമീർ ഉമ്മിൻ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരായിരുന്നു ഷായറു ബനി ഉമയ്യ, ഷായറു അമീറുൽ മുഅ്മിനീൻ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഇനി ഖഫുൽ ഖത്തീൻ ആയതാണ്? അതെ, നമ്മുടെ അഖ്തലിൻ്റെ ഖസീദയാണ്. അബ്ദുൽ മലിക് ബിൻ മർവാനെ കുറിച്ചാണ് അദ്ദേഹം ഇതിൽ മദ്ഹ് ചെയ്തിട്ട് പാടുന്നത്. ഓക്കെ, അടുത്ത ആളാണ് ഫറസ്ദഖ്. വളരെ പ്രധാനപ്പെട്ടുള്ള മറ്റൊരു ആളാണ് ഫറസ്ദഖ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അബൂ ഫിറാസ് ഹമ്മാം ബിൻ ഗാലിബ് അത്തമീമി.
ഹമ്മാം ബിൻ ഗാലിബ് ആരാണ്? ഫറസ്ദക്ക. ഉമ്മുഹു ലീന ബിൻതു ഖർള. ലീന ബിൻതു ഖർളയാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ പേര്. വുലിദ ഫിൽ കാലിമ, കാലിമയിലാണ് ജനിക്കുന്നത്. ഫി ഖിലാഫത്തി ഉമർ ബിൻ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്താണ് ജനനം. അൽ ഫറസ്ദഖ്, ഫറസ്ദഖ് എന്നത് അദ്ദേഹത്തിൻ്റെ ലഖബാണ്. എങ്ങനെയാണ് ആ ലഖബ് അദ്ദേഹത്തിന് കിട്ടിയത്? ലഹു ലിഗലി വജിഹിഹി, അദ്ദേഹത്തിൻ്റെ മോശപ്പെട്ട വികൃതമായിട്ടുള്ള മുഖം കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഫറസ്ദഖ് എന്നുള്ള പേര് വരാൻ കാരണം. ഇനി 15-ാമത്തെ വയസ്സിൽ ഉപ്പാൻ്റെ കൂടെ ഖലീഫ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം കണ്ടു. വനസഹഹു അൻ യഹ്ഫദൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ലിദാലിക യുംകിനു ശൈഅൻ ലിസ്നൈൻ, ഇനി അദ്ദേഹത്തിൻ്റെ കവിത ജയ്യിദാണ് എന്ന് പറഞ്ഞാൽ അതിനുള്ളത് എന്താണ്? തസ്ഖീഫുഹു ബിലുഗത്തിൽ ഖുർആൻ, അത് ഖുർആൻ ഭാഷയിലാണ് ഉള്ളത്. ഇനി റദി ആണ് എന്ന് പറഞ്ഞാലോ, അദ്ദേഹം ഖുർആൻ പഠിക്കുന്നതിൽ വ്യാപൃതനാകുകയും അതുപോലെ തന്നെ കവിത പറയുന്നതിൽ അദ്ദേഹം പിന്നോട്ടടിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മോശം എന്ന് പറയാനുള്ള കാരണം ചരിത്രകാരന്മാർ പറയുന്നു. നഷ അൽ ഫറസ്ദഖ് അല ഹുബ്ബി ആലുൽ ബൈത്ത്, ആലു ബൈത്തിന് ഇദ്ദേഹത്തിന് ഭയങ്കര കാര്യമായിരുന്നു, അത് അലി റളിയല്ലാഹുവിൻ്റെ ആ ഒരു കുടുംബത്തെ. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഇത് പ്രധാനപ്പെട്ടുള്ളൊരു സംഗതിയാണ്. ലൗലൽ ഫറസ്ദഖ് ലദഹബ സുലുസു അല്ലുഗ എന്ന് പറയും. അപ്പോൾ ഇത് ചോദ്യം വരെ എങ്ങനെയാണ്? ലൗലാഹു, ലൗലാഹു ഫറസ്ദഖിനെ ഒഴിവാക്കും. ലൗലാഹു ലദഹബ സുലുസു അല്ലുഗ അൽ അറബിയ എന്നൊക്കെ പറയാം. അപ്പോൾ അവിടെ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പറയുന്നത്? ആരാണ്? ഫറസ്ദഖിനെ കുറിച്ചാണ്. ഓക്കെ. കാരണം അഹ്സനു ശുഅറ, ഏറ്റവും നല്ല ഷായറായിരുന്നു. മിൻ ബനി ഉമയ്യ ഫഖ്റൻ, ഫഖ്റായിരുന്നു മെയിൻ. ലഹു നഖീലത്തുൻ, 125 ബൈത്ത്, 125 ബൈത്തിലുള്ള ഒരു നഖീലത്ത് ഖസീദ അദ്ദേഹത്തിന് ഉണ്ട്. ലഹു ഖസീദത്തു ഫൈസൽ, ഫൈസൽ എന്നുള്ളതൊരു കവിതയുടെ പേരാണ്, അദ്ദേഹത്തിൻ്റെ ഖസീദയുടെ പേരാണ്. നേരത്തത് അഖ്തലിൻ്റേതാണ്, ഹഫുൽ ഖത്തീനാണ്. ഓക്കെ, മറക്കരുത്. ഹജാ ജറീറിന് അദ്ദേഹം എന്ത് ചെയ്തു? ഹജാ ചെയ്തു 104 ബൈത്തുള്ള ഒരു ഖസീദയിൽ. ഓക്കെ, ഹജാ ചെയ്തു. ഇനി ഹിഷാം ബിൻ അബ്ദുൽ മലിക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ സൈനുൽ ആബിദീൻ, അലി റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള സൈനുൽ ആബിദീൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുറ്റും കുറേ ആളുകളുണ്ട്. അങ്ങനെ അദ്ദേഹം ആരാണ് എന്ന് ഹിഷാം ബിൻ അബ്ദുൽ മലിക്ക് അറിയാത്ത രൂപത്തിൽ ചോദിച്ച സമയത്ത് അദ്ദേഹം ഫറസ്ദഖ് പാടിയിട്ടുള്ളൊരു കവിതയാണ് ഹാദല്ലദീ യഅരിഫുൽ ബത്ഹാഉ വതഅതഹു വൽബൈതു യഅരിഫുഹു വൽഹല്ലു വൽഹറമി എന്ന് തുടങ്ങുന്ന കവിത. ഇത് പലപ്പോഴായി ചോദിക്കുന്ന ഒരു കവിതയാണ് കേട്ടോ. ഇത് പാടിയതും ഹിഷാം ബിൻ അബ്ദുൽ മലിക്ക് എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ജയിലിലടക്കുകയും പിന്നീട് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി വിടുകയും ചെയ്തു. തൂഫിയ ബിൽ ബസ്റ, ബസ്റയിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, അടുത്ത ആളാണ് ജരീർ. ജരീറിൻ്റെ കുഞ്ഞത്താണ് അബൂ ഹസ്ര ജരീർ ഇബ്നു അത്തിയ എന്നാണ് ശരിയായ പേര്. വുലിദ ഖദീജൻ ലിസബഅത്തി അഷ്ഹുർ ബിൽ യമാമ, യമാമയിലാണ് അദ്ദേഹം ജനിച്ചത്. വുലിദ ഖദീജൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്താതെ ജനിക്കുന്ന കുട്ടിക്കാണ് ഖദീജ എന്ന് പറയുന്നത്. അപ്പോൾ ലിസബഅത്തി അഷ്ഹുർ, 7 മാസം പ്രായമായിരിക്കെ എന്ത് ചെയ്തു? ജനിച്ചിട്ടുണ്ട്. നശഅ ഫഖീറൻ യർആ ലിബിൽ, ഒട്ടകങ്ങളെ മേച്ചുകൊണ്ട് ഫക്കീറായിട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇന്നഹു ചെറുപ്പത്തിൽ തന്നെ കവിത രചിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. മദഹ യസീദ് ബിൻ മുആവിയ വ അഖദ മിൻഹു ജായിസ, യസീദ് ബിൻ മുആവിയയെ കുറിച്ച് മദ്ഹ് ചെയ്ത് പാടിയിട്ടുണ്ട്. അഖദ മിൻഹു ജായിസ, അദ്ദേഹത്തിൽ നിന്ന് സമ്മാനവും വാങ്ങിയിട്ടുണ്ട്. ഇനി ലജ്ജൽ ഹജാഉ ബൈന ശുഅറായിങ്ങൾക്കിടയിൽ ഹജാ ഇങ്ങനെ കൂടി വന്നപ്പോൾ ഫൻഹദറ ജരീർ മിനൽ യമാമ ഇലൽ ബസ്റ, അങ്ങനെ യമാമയിൽ നിന്ന് ബസ്റയിലേക്ക് പോയി. ഈ ബസ്റയുടെ പ്രത്യേകതയാണ് ഈ പറയുന്നത്. മർക്കസു സിയാസിയ, രാഷ്ട്രീയ കേന്ദ്രമായിരുന്നു. മൈദാൻ ഷുഅറായിൽ മുൻതഖിലാത്ത്, നഖായിൽ പാടുന്ന കവികളുടെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു. ഇനി ലഹു മർസിയ, അദ്ദേഹത്തിൻ്റെ വിലാപകാവ്യുണ്ട്. അനിമ്രതഹു ഖാലിദ ബിൻതു സഅദ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര്. ഹാദിലെ ഖസീദ ആറഫത്ത് ബിസ്മി ഹൗസ ഔ ജൗസ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? ഇത് അറിയപ്പെടുന്നുണ്ട്. പോലെ ഖസീദ 72 ബൈത്തായിരുന്നു. 58, അതിൽ 58 ബൈത്ത്, 58 ബൈത്ത് മിനൽ ഗസിലായിരുന്നു. അതുപോലെ തന്നെ
14 ബൈതൻ മിൻ ഹജ, ഹജായിലായിരുന്നു 14 ബൈത്ത്. തൂഫിയ ബിൽ യമാമ, യമാമയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, ഒരിക്കൽ കൂടി പറയുന്നു, ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ, അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മുന്നത്തെ ക്ലാസ്സിൻ്റെ വീഡിയോ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കാണുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.